Hi guys, today we are going to do a DIY baby shower decor. അപ്പോൾ അതിന് ഞാൻ 6 കാർഡ്ബോർഡ്സ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തു, മാസ്കിംഗ് ടേപ്പ് വെച്ച്. എന്നിട്ട് ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്കത്തെ കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്യുവാണ്. എൻ്റെ ബാക്ക് ഡ്രോപ്പിന് കുറച്ച് ഹൈറ്റ് കുറഞ്ഞു പോയി. ആദ്യം ഹൈറ്റ് കൂടുതലായിരുന്നു, അപ്പോൾ ഞാനിത് കട്ട് ചെയ്തപ്പോൾ കുറഞ്ഞു പോയി. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടി ഒരു ഹോട്ട് എയർ ബലൂണാണ്. അപ്പോൾ അതിന് ഞാനൊരു ബാസ്ക്കറ്റ് എടുത്തു, 4 സ്റ്റിക്സ്, കുറച്ച് പഴയ തുണി അല്ലെങ്കിൽ പില്ലോസ്, ഒരു നല്ല ക്ലോത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ പില്ലോസ് ഫില്ല് ചെയ്യുക. ഒരു ഹൈറ്റ് വരെ നമുക്ക് എത്രയാണ് വേണ്ടി അത്രയും ഹൈറ്റ് വരെ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ 4 സ്റ്റിക്സ് 4 കോർണേഴ്സിൽ വെക്കുക. ഒന്നിക്ക് നമുക്കതിൽ നോട്ട് ഇടാം, എന്നിട്ട് നമുക്ക് ബാസ്ക്കറ്റിലേക്ക് നോട്ട് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെലോ ടേപ്പ് യൂസ് ചെയ്യാം. സെലോ ടേപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത് ഊരി വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നോട്ട് ടൈപ്പാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു നല്ല ക്ലോത്ത് വെച്ചത് കവർ ചെയ്യാൻ നേരത്ത് നമ്മൾ സൈഡ്സൊക്കെ ഒന്ന് പിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം അത് ഊരി വരത്തില്ല, ലൈക്ക് ലൂസായിട്ട് കിടക്കത്തില്ല, അത് നല്ല പ്രിറ്റി ആയിട്ട് കിടന്നോളും. ആൻഡ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം, ബിക്കോസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്സ് ഞാൻ എടുക്കാൻ മറന്നുപോയി. നെക്സ്റ്റ് നമുക്ക് വേണ്ടിയ ബാക്ക് ഡ്രോപ്പിൻ്റെ ഒരു റൈറ്റിംഗ്. ആ റൈറ്റിംഗ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു റൈറ്റിംഗ് എടുത്ത് ഞാനത് സ്റ്റുഡിയോയിൽ പോയി സ്റ്റിക്കറാക്കി. ഇപ്പം ഞാനത് കട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ബാക്ക് ഡ്രോപ്പിൽ ഒട്ടിക്കാനാണ് പ്ലാൻ. റൈറ്റിംഗ് ഒട്ടിക്കാനും കുറച്ച് കഷ്ടപ്പെട്ടു, ബിക്കോസ് നമുക്ക് ആദ്യം ഒട്ടിച്ചത് ശരിയായില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഊരിയപ്പോൾ നമ്മുടെ ലെറ്റേഴ്സൊക്കെ കുറച്ച് മുറിഞ്ഞു പോയി. നമ്മൾ പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഒട്ടിച്ചിട്ടുണ്ട്. And this is going to be a final look for the backdrop. നമ്മൾ ഇതിനെല്ലാം ബലൂൺസ് ഫില്ല് ചെയ്യും. അടുത്ത് വന്ന് നമ്മൾ ടേബിൾ സെറ്റിംഗ് ആണ്. അപ്പോൾ അതിന് ഞാൻ മോം ടു ബി സാഷ് വെച്ചിട്ട്, മോം ടു ബി ഒരു ഹെഡ് ബാൻഡ് കൂടെ കിട്ടിയായിരുന്നു ഓൺലൈന്. അപ്പോൾ അത് ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഫോട്ടോ പ്രോപ്പർട്ടീസ്, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി, നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടി കുറച്ച് ഫോട്ടോ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചായിരുന്നു. അതും ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഫൈനലായിട്ട് ബാക്ക് ഡ്രോപ്പിൽ കുറച്ച് ബലൂൺസും കുറച്ച് ലൈറ്റിങ്സും വെച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹോട്ട് എയർ ബലൂണിൽ കുറച്ച് സ്റ്റഫ് ടോയ്സ് ലൈക്ക് റാബിറ്റ്, ബെയർ അങ്ങനെയൊക്കെ വെച്ച് കുറച്ച് ബലൂൺസും വെച്ച് ലൈറ്റിങ്സും വെച്ചു. ബലൂൺസ് ആദ്യം വെച്ചപ്പം ഉച്ചയായപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി. അപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഈ ബലൂൺസ് വെച്ചേക്കുന്നത്. Hope you all liked my video. Please do like, share and subscribe. Thank you.